ഒരു നോർമൽ JEE ആസ്പിറൻറ്റ് എസ്പെഷ്യലി നിങ്ങൾ 2025 ജാനുവരി JEE മെയിൻ സെഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന തിരക്കിലായിരിക്കും. ചിലവർ PYQs ആയിരിക്കും മോക്കായിട്ട് എടുക്കുന്നുണ്ടാവുക, ചിലവർ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് എടുക്കുന്നുണ്ടാവും, ചിലവർ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 അഡ്വൈസസ് ആണ് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. Hi guys, myself Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5 അഡ്വൈസസ് ആണ്, എസ്പെഷ്യലി നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്ന 5 അഡ്വൈസസ്. സോ അഡ്വൈസ് നമ്പർ 1, ഹാവ് എ A4 നിയർ ബൈ യു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പല തോട്ട്സും മനസ്സിലൂടെ പോകുന്നുണ്ടാവാം. അങ്ങനത്തെ തോട്ട്സ് ചിലപ്പോൾ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ചിലത് ക്വസ്റ്റ്യനുമായിട്ട് ടോട്ടലി തീരെ ബന്ധമില്ലാത്തതും ആയിരിക്കാം. അങ്ങനത്തെ ചിന്തകളും കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പേപ്പറിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്തിനാണെന്നോ, ആ എക്സാം കഴിഞ്ഞിട്ട് അഥവാ ആ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേപ്പറിൽ വരുന്ന അഥവാ എഴുതിയിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. ചിലപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഒക്കെ വരുന്നുണ്ടാവുക, അതും ആ പേപ്പറിലോട്ട് നോട്ട് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്തില്ല എന്നുള്ള കാര്യം കൂടെ ആ A4 നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ഈസ് അഡ്വൈസ് നമ്പർ 2. ഇതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. കാരണം ഒരു JEE മെയിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്, ബാക്കി 3 ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതായത് നിങ്ങൾ ഒരു ആൻസർ വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആൻസർ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, അതിൽ നിന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതായത് എന്താണ്, ഇത്രേ ഉള്ളൂ, നിങ്ങൾ റൈറ്റ് ആൻസർ കണ്ടുപിടിക്കേണ്ട ആ ഒരു ജോബ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇതിലൊന്ന് ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് അഡ്വൈസ് നമ്പർ 3. ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈവൻ ഇഫ് യു ക്യാൻ ആൻസർ അത് അവസാനത്തോട്ട് വെക്കുക. കാരണം എന്താണ്, ഈ എക്സാം എന്ന് പറയുന്നത് ടൈം റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ഒരു ലെങ്തി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അധിക ടൈം നിങ്ങൾ എടുത്തേക്കാം, അത് ചിലപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും അതുവഴി. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അത് പിന്നീട് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അഥവാ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വിടാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിയർ ക്വസ്റ്റ്യൻസ് അപ്പുറത്ത് ഉണ്ടാവും, അത് ടൈംലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. അഡ്വൈസ് നമ്പർ 4, എക്സാം ടൈമിങ്ങിനെ പറ്റിയുള്ളതാണ്. ഇപ്പോൾ ഒറിജിനൽ JEE മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 മണിക്കൂറായിരിക്കും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിനും കൂടെ ലഭിക്കുന്നതാണ് 3 മണിക്കൂർ. അപ്പോൾ ചില സബ്ജക്റ്റിന് കുറവ് ടൈം എടുത്തേക്കാം, ചില സബ്ജക്റ്റിന് കൂടുതൽ ടൈം ആവശ്യമുണ്ടാവും. അപ്പോൾ ഒറിജിനൽ JEE മെയിൻ എക്സാം ഇൻവിജിലേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടോ ചിലപ്പോൾ 3 മണിക്കൂർ കറക്റ്റ് ലഭിച്ചേക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിനുള്ളൊരു പ്രാക്ടീസ് എന്നോണം നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് 2.5 മണിക്കൂറിൽ തീർക്കാനുള്ളൊരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രൈ നിങ്ങൾ ഇപ്പോഴേ നടത്തുക. അതായത് 2.5 അല്ലെങ്കിൽ 2.25 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു 300 മാർക്കിൻ്റെ JEE മെയിൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കുക. ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറിജിനൽ JEE മെയിൻ എക്സാമിന് ടൈം കുറച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. സോ കമ്മിങ് ടു ലാസ്റ്റ് ആൻഡ് 5th അഡ്വൈസ്. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻ, അതായത് ടോട്ടൽ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക, അതിൽ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 50-50 ചാൻസിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കേസിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതായത് 2 ഓപ്ഷൻ തെറ്റാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്, ബാക്കി 2 ഓപ്ഷൻസ് ആണുള്ളത്, അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻസ് മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കാരണം അങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻസോളം വരികയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവിലോട്ട് ആയിരിക്കും നിങ്ങളുടെ മാർക്ക് അത് എത്തിക്കുന്നുണ്ടാവുക. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ 5 അഡ്വൈസസ് നിങ്ങൾ അടുത്തതായി എടുക്കുന്ന മോക്ക് ടെസ്റ്റിൽ തന്നെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഒരു 2-3 എക്സാം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. കാരണം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് വഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നമ്മളുടെ ഒരു എക്സാം പ്രഷറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എത്ര മാർക്ക് വേണോ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ എക്സാം പ്രഷർ നിങ്ങൾക്ക് ഇതുവഴി ഓവർകം ചെയ്യാനും പറ്റും.